എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും നമ്മൾ വന്നിരിക്കുന്നത് രേണു സുധിയുടെ ഒരു വിഷയമായിട്ടാണ്. അപ്പോൾ വിഷയം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ചുരുക്കി പറയാം. അതായത് ഈ രേണു സുധിയുടെ ഭർത്താവായിട്ടുള്ള കൊല്ലം സുധി, അദ്ദേഹത്തിൻ്റെ ഒരു മുൻ ഭാര്യ എന്നും പറഞ്ഞിട്ട് ഒരു വീണ എന്ന ആൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവര് സംസാരിച്ച കാര്യം എന്ന് പറഞ്ഞാൽ അവരാണ് രണ്ടാം ഭാര്യ എന്നുള്ള കാര്യം. രേണു സംസാരിച്ചുകൊണ്ടിരുന്നത് രേണു മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലീഗൽ വൈഫ് എന്നുള്ള കാര്യം. ഈ വിഷയത്തിൽ ഈ വീണ എന്ന് പറയുന്ന അവരെ സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തി എന്ന കാരണത്താൽ ഈ വീണ എന്ന് പറയുന്നവര് കൊല്ലത്ത് കൊണ്ട് രേണു സുധിക്കെതിരെ ഒരു കേസ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കേസിന്റെ കാലഘട്ടമാണ്. രേണു സുധി ഓൾറെഡി അതുൽ ബ്ലോഗ്സിനെതിരെ കേസ് കൊടുത്തു. പക്ഷേ ഒന്നും നടന്നില്ല. അവിടെ ചെന്ന് പോലീസുകാർ അതുൽ ബ്ലോഗ്സിന്റെ സൈഡിലെ ന്യായീകരണങ്ങളൊക്കെ കേട്ട് അദ്ദേഹത്തിന്റെ സൈഡിലാണ് ന്യായമെന്ന് ചിന്തിച്ച് അവർ വെറുതെ വിട്ടു. രേണു സുധി അടുത്ത ദിവസം വലിയ ആർഭാടമായിട്ട് അവിടേക്ക് ചെന്നു. പക്ഷേ ഒന്നും നടന്നില്ല. എട്ടും പൊട്ടും അറിയാതെ ചീറ്റിപ്പോയി. അപ്പോൾ ആദ്യം നമുക്ക് ഈ വീണ പറയുന്നത് എന്താണെന്ന് കേൾക്കാം. ഇത് ഞാൻ വിവി ഹിയറിന്റെ ചാനലിൽ നിന്ന് എടുത്ത കേട്ടോ. ഇതിന്റെ കറക്റ്റ് സോഴ്സ് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ ചാനലിൽ റിലീസ് ആയ സാധനം ഞാൻ എടുത്തിരിക്കുന്നത്. ഇതേ സാധനം തന്നെ രാജ് ടോക്സിലും റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഞാനിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൊണ്ടും രേണു കാരണം ഉണ്ടായ എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഞാനിപ്പോൾ ശക്തികുളങ്ങര രേണു കാരണം ഉണ്ടായ മാനസിക ബുദ്ധിമുട്ട്. ഓക്കെ, ഞാൻ ഓൾറെഡി സംസാരിച്ചിരുന്നു. ഈ ഒരു വിഷയം ഞാൻ വിവി ഹിയറിന്റെ ചാനലിൽ നിന്ന് എടുത്താണ്. ഈ ഒരു വിഷയം ഞാൻ ആ ചാനലിൽ നിന്ന് എടുത്ത് ഇവിടെ സംസാരിക്കാനുള്ള കാരണം ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് മറ്റേ 900 ആളുകൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് മെജോറിറ്റി ആളുകളും ഒന്നുകിൽ രേണു സുധിയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാരും ചെയ്യുന്നത് രേണു സുധിക്കെതിരെ സംസാരിക്കുക, കുറച്ച് ആളുകൾ രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ആളുകളും ഇവർക്കൊപ്പമാണ് നിൽക്കുന്നത്, ഈ വീണ എന്ന് പറയുന്ന ആൾക്കൊപ്പമാണ് നിൽക്കുന്നത്. പക്ഷേ എനിക്ക് ഇതിനൊരു വിഭിന്ന അഭിപ്രായമാണ്. ഈ ഒരു വിഷയത്തിൽ ഞാൻ രേണു സുധിക്കൊപ്പമാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇവർ പറയുന്നു രേണു സുധി നിരന്തരമായിട്ട് വന്ന് അവഹേളിക്കുന്ന കാരണമാണ് അവർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നത്. ഈ വിഷയം ആദ്യം സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്നത് ഈ വീണയാണ്. പലയിടത്തായിട്ട് വോയിസ് ക്ലിപ്പ് പുറത്താക്കുക, ഞാൻ ആണ് കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യ. പക്ഷെ എനിക്ക് ക്രെഡിറ്റിനല്ല, കൊല്ലം സുധിയുടെ ഭാര്യ എന്നുള്ള പേരിനല്ല, എനിക്ക് അവളെ അപകീർത്തിപ്പെടുത്തണമെന്നില്ല. പക്ഷെ ഞാനാണ് കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യ, അവൾ മൂന്നാം ഭാര്യയാണെന്നും പറഞ്ഞിട്ട് മുഖം കാണിക്കാൻ താല്പര്യമില്ല. അവർക്ക് യാതൊരു വിധത്തിലുള്ള അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യമില്ല. അവരാകെ പറയുന്നത് ഞാൻ കോമഡി ഷോസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, അതാണ് എൻ്റെ ആകെ ഐഡന്റിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യാതൊരു ഇതും ക്രെഡിബിലിറ്റിയും കാണിക്കാതെയാണ് അവരത് ചെയ്തുകൊണ്ടിരുന്നത്. ഈ വിഷയത്തിനെ ആദ്യം സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നതും ചർച്ചയാക്കിയതും എല്ലാം ഇവരാണ്. കൊല്ലം സുധി തന്നെ പറയുന്നു രേണു സുധിയാണ് അവരുടെ ഭാര്യ എന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഇവർ രണ്ടാം ഭാര്യ തന്നെ ആയിക്കോട്ടെ, പക്ഷേ ഈ രേണു സുധിയാണ് നിലവിലെ ലീഗൽ വൈഫ്. പിന്നെ ഞാൻ നേരത്തെ കല്യാണം കഴിച്ചിരുന്നു, നേരത്തെ ഡൈവേഴ്സായി, എനിക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഞാനാണ് രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞ് വന്ന വികാരത്തോട് എനിക്ക് ഇതുവരെ യോജിക്കാൻ സാധിച്ചിട്ടില്ല. അവരെന്തോ കടിച്ചു പോട്ടെ. ഇപ്പൊ അവര് ഏതോ ഇവരുടെ ചേച്ചി ആരാണ്ട് പോയി ചോദിച്ചപ്പോഴത്തേനും രേണു സുധിയോട് പോയി ഈ വീണ എന്ന് പറയുന്ന ആളുടെ ആരാണ്ട് സഹോദരിയോ അവരുടെ കസിനോ ആരാണ്ട് പോയി ചോദിച്ചപ്പോഴത്തേനും അറിയാമെന്ന് വെച്ചപ്പോ അവളെ സുധിച്ചേട്ടൻ 2 ദിവസം കുറച്ച് നാൾ കൊണ്ടു നടന്ന എന്നുള്ള രീതിയിൽ രേണു പറഞ്ഞു എന്നുള്ളതാണ് ഇവരുടെ വാദം. അങ്ങനെ അവർക്കിടയിൽ പ്രൈവറ്റ് ആയിട്ട് നടന്നൊരു ടോക്കിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഇവരാണ്. ഇതിനകത്ത് രേണു സുധിയാണ് ഇവർ കാരണം ആപ്പിലയക്കുന്ന മൊത്തം. കാരണം അവർ അത്യാവശ്യം ഫെയിമിൽ നിൽക്കുന്നുണ്ട്, ഈ പ്രശ്നങ്ങളെല്ലാം ബാധിച്ച അവരെയാണ്. പിന്നെ ഇവരെ അപകീർത്തിപ്പെടുത്തി എന്ന് പറയുന്നത് എനിക്കിത് മനസ്സിലായിട്ടില്ല കേട്ടോ. ഈ പോയിന്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുള്ള കമന്റ് ഇടും. പോലീസ് സ്റ്റേഷനിൽ, കൊല്ലം പോലീസ് സ്റ്റേഷനിൽ രേണുവിനെതിരെ ഒരു പരാതിയുമായിട്ട് നിൽക്കുവാണ്. ഇത് അതിന്റെ റെസിപ്റ്റാണ്. ഇതാണ് പരാതി കാണിക്കുന്നത്. ഈ പരാതിക്കകത്തും ഒരു ക്രെഡിബിലിറ്റിയും കാണിക്കുന്നില്ല. ആകെ കേരള പോലീസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ലോഗോയും അവർ കേസ് ഫയൽ ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ ഒരു റെസിപ്റ്റ് റെഫറൻസ് നമ്പർ തന്നെയാണ് നമുക്ക് കൊടുക്കുന്നത്. പക്ഷെ ഇത് എന്താണ് ഏതാണെന്നൊന്നും കാണിക്കാതെ, അതായത് ഇവരെന്തിനാണ് ഇതൊക്കെ കാണിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. അറ്റവും മൂലയും മാത്രം കാണിക്കും, മറ്റവും മൂലയും മാത്രം പറയും. ഇവരുടെ ശരിയായ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ തയ്യാറല്ല, ഒരു ചാനൽസിലും വരാൻ തയ്യാറല്ല. പക്ഷേ ഞാനാണ് കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യ. എന്ത് ആധികാരികതയിലാണ് ഇവരിത് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പിന്നിലുള്ള അർത്ഥമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്ക് ഫെയിം അല്ല, പക്ഷെ ഫെയിം ആണെങ്കിൽ ഇവർ ഓൾറെഡി ഇവരുടെ മുഖം കാണിച്ചു തന്നെ വന്നേനെ. എന്താണോ എന്തോ. ഞാൻ സുധിയുടെ വൈഫല്ലായിരുന്നു, ഞാൻ കള്ളത്തരം പറയുകയാണ്, പല ചാനലിലും വലിച്ചേറി ഒട്ടിച്ചൂടെ, ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഞാനൊരു കംപ്ലൈൻറ്റ് കൊടുത്തു. അപ്പോൾ ഇതാണ് അവർ കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ള കാര്യം. ഇതോടൊപ്പം തന്നെ ഇവരുടെ 1, 2, 3, 4 വോയിസ് ക്ലിപ്പും കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് ആ വോയിസ് ക്ലിപ്പും കൂടെ ഒന്ന് കേട്ട് നോക്കാം. അപ്പം ഞാൻ പൊതുവെ രേണു സുധിയുടെ പല ചേഷ്ടകളെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് രേണു സുധിയുടെ ഒരു സോഷ്യൽ മീഡിയ ഫേസ് എനിക്ക് ഇഷ്ടമല്ല. അവർ നേരിട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല.
ഇപ്പോൾ ഇതിനു മുമ്പ് സംസാരിച്ച വിഷയങ്ങളിലെല്ലാം ഞാൻ രേണുസുതിക്കെതിരെയാണ് സംസാരിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ അന്ന് മുതലേ ഞാൻ ഇത് ആവശ്യമില്ലാത്തൊരു കോൺട്രവേഴ്സി എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചിരുന്നത്. അപ്പോൾ ആ വോയിസ് ക്ലിപ്പോടെ കേൾക്കുമ്പോഴത്തേനും കുറച്ച് കാര്യങ്ങളൂടെ പറയാം. നമസ്കാരം, ഞാൻ വീണ എസ് പിള്ളയാണ്. ഞാൻ സുധിയുടെ വൈഫ്, ഇപ്പം നിലവിലുള്ള വൈഫ് രേണുവിനെതിരെ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ എനിക്കൊരു കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വന്നു. കാരണം എന്തെന്ന് വെച്ചാൽ, എന്നെപ്പോലൊരു സ്ത്രീയാണ് അവളും എന്ന് കരുതിയിട്ട് ഞാൻ വേണ്ട വേണ്ട എന്ന രീതിയിൽ ഒതുങ്ങിക്കൂടി നിൽക്കുമായിരുന്നു. അപ്പോൾ പല മീഡിയകൾക്ക് മുന്നിലും പല ആൾക്കാർക്ക് മുന്നിലും വീണ്ടും വീണ്ടും എന്നെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് അപകീർത്തിപ്പെടുത്തി? അതാണ് എൻ്റെ ചോദ്യം. എന്തുകൊണ്ട് രേണുസുതി അപകീർത്തിപ്പെടുത്തി? അതായത് സോഷ്യൽ മീഡിയയിലേക്ക് നിങ്ങൾ കൊണ്ടിട്ടു, ഞാനാണ് കൊല്ലം സുധിയുടെ 2ാം ഭാര്യ. അപ്പോൾ രേണു പറയുന്നത് കള്ളമാണ്. രേണു അപ്പോൾ ഇപ്പം സമ്മതിക്കുന്നുണ്ട്, അങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ട്, ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടെന്നൊക്കെ രേണുസുതി സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട നിങ്ങളാണ്. സ്വാഭാവികമായിട്ടും അവർ ഇന്റർവ്യൂ എടുക്കുമ്പോഴത്തേനും ഈ ഇങ്ങനൊരു കോൺട്രവേഴ്സ് നടക്കുമ്പോഴത്തേനും അവരോട് ചോദിക്കും, അവർ മറുപടി പറയാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ അവരൊരു മറുപടി പറയും. ആ പറഞ്ഞ മറുപടിക്കകത്ത് ഇപ്പം അവസാനം കണ്ട ഇന്റർവ്യൂവിനകത്ത് അവർ സംസാരിച്ചിരുന്നു. ഇതിന് മുമ്പൊക്കെ അവർ സംസാരിച്ചിരുന്നു, ഓക്കെ ഞാനാണ് ലീഗൽ ഭാര്യ, അവരോട് സെപ്പറേറ്റ് ടിക്കറ്റ് കൊണ്ടുവരാൻ പറയുന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിച്ചു. പക്ഷേ അവസാനം വന്നിരുന്ന ഇന്റർവ്യൂക്കകത്ത് രേണുസുതി പറയുന്നത് അവർ പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, അവരുടെ കയ്യിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പേപ്പർ ഉണ്ടാകും എന്ന രീതിയിലാണ് രേണുസുതി സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം രേണുസുതിക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയാം. അത് അവർ പറയാനും പോകുന്നില്ല. അവർക്കും ആ ഒരു നെഗറ്റീവ് ഫേസ് തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇവരാണ് അവരെ കൊണ്ട് ഇതെല്ലാം പറയിച്ചത്. സോഷ്യൽ മീഡിയയിലേക്ക് ഈ വിഷയത്തിനെല്ലാം രേണുസുതിയെ കൊണ്ട് ഛർദ്ദിപ്പിച്ചത് ഇവരാണ്. എന്നിട്ട് ഇവർ പറയുന്നത് ഇതേ സാധനം രേണുസുതിക്കും കൊടുക്കാം. ഇപ്പോൾ നിലവിലെ ലീഗൽ വൈഫ് രേണുസുതിയാണ് അല്ലേ? ആണ്. അപ്പോൾ രേണുസുതിക്ക് പറയാം, ഇവള് എല്ലാം കഴിഞ്ഞ് ഡൈവേഴ്സായി പോയി അവള് വീണ്ടും അധികാരം ഉണ്ടാക്കാനായിട്ട് വന്നു, അല്ലെങ്കിൽ എന്നെ അപകീർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞ് ഡിഫർമേഷന് രേണുസുതിക്കും കേസ് കൊടുക്കാം. പക്ഷെ രേണുസുതി പറയുന്നത് ആരാന്ന് അറിയത്തില്ലെന്ന്, അതൊക്കെ ചുമ്മാ അത് വിട്. അപ്പൊ എനിക്കത് ബുദ്ധിമുട്ടായതിനാൽ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകാം, നിയമപരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുമായി ഞാൻ ചർച്ച ചെയ്തപ്പോൾ പിന്നെ കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്നാണല്ലോ. യാതൊരു കാര്യമില്ലാതെ അതുൽ ബ്ലോഗ്സിനെതിരെ കൊണ്ട് ഒരു വ്യാജ പരാതി രേണുസുതി കൊടുക്കുകയും, വ്യാജ പരാതി എന്ന് പറഞ്ഞാൽ അതുൽ ബ്ലോഗ്സ് ഇവരെ അപകീർത്തിപ്പെടുത്തുന്നൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ അത് ചെയ്തു എന്ന് പറഞ്ഞൊരു പരാതി കൊടുക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് അതുൽ ബ്ലോഗ്സ് അവിടെ ചെന്ന് എല്ലാം സെറ്റിൽ ചെയ്യും. അതുൽ ബ്ലോഗ്സ് തിരിച്ചു വരികയും അടുത്ത ദിവസം അത് കഴിഞ്ഞിട്ടുള്ള ദിവസം രേണുസുതി അവിടെ ചെന്നപ്പോൾ മീഡിയ ഉൾപ്പെടെ ചെന്നു. എന്നിട്ട് തിരിച്ച് പോലീസ് എൻ്റെ കേസ് എടുത്തില്ല, എന്നെ അവർ ഇറങ്ങി പോകാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോങ്ങിക്കൊണ്ട് വന്നപ്പോൾ ഇത് പോലീസുകാരെ എന്തോരം പ്രൊവോക്ക് ആക്കും എന്നുള്ളതും കൂടെ ഈ രേണുസുതി എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പോലീസുകാർ ഞങ്ങളുടെ പരാതി എടുത്തില്ല, ഞങ്ങൾ ഇട്ടങ്ങ് ചാടിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും പോലീസുകാർക്ക് അതൊരു പ്രൊവോക്കേഷൻ പോയിന്റ് ആണ്. ആവശ്യമില്ലാതെ നിങ്ങളായിട്ട് ഒരുപാട് സീൻ ക്രിയേറ്റ് ചെയ്തു. അതായത് അതിൽ ഒരു വള്ളി പോവുക, ചുമ്മാ പിടിച്ചിട്ട് വലിച്ചേക്കാന്ന് പറഞ്ഞിട്ട് രേണുസുതി പിടിച്ച് വലിക്കുന്ന ഒരു പ്രക്രിയയാണ് പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളത്. രേണുസുതി അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പലർക്കിട്ടും കേസ് കൊടുത്തപ്പോൾ ആലോചിക്കണമായിരുന്നു കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന്. അപ്പോൾ ചങ്ങനാശ്ശേരിയിലാണ് കൊടുത്തത്, പക്ഷേ കൊല്ലത്ത് കിട്ടിയിട്ടുണ്ട്. നീ ഒരു കംപ്ലൈന്റ് കൊടുക്കുക എന്നാണ് അവരെനിക്ക് തന്ന ഒരു മറുപടി. അപ്പം ഞാനും കരുതി, എൻ്റെ ഫാമിലിയായിട്ട് ആലോചിച്ചു. അപ്പോൾ ശരി, ഞാനും കരുതി ഇനി എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അടികൂടാൻ താല്പര്യമില്ലാത്തതിനാലും ഇവരതിന് എപ്പോഴാണ് സോഷ്യൽ മീഡിയ കിടന്ന് അടികൂടിയേ? ഇവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ ഇത് പറഞ്ഞിട്ട് പോയി. ഇവർ യാതൊരു തെളിവും കാണിക്കുന്നില്ല. ഇവരുടെ രേണുവിൻ്റെ കല്യാണ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം കാണിച്ചു, ഇവരതൊന്നും കാണിച്ചിട്ടില്ല. ഇവര് ഈ വിവിയുടെ തന്നെ ചാനലിൽ വന്നത് പ്രകാരം ഇവർ സംസാരിച്ചിരുന്നത്, സംശയമുള്ളവർ വിവിയുടെ നിന്നും രാജ് ടോക്സിൻ്റെ നമ്പർ എടുത്ത് എന്നെ വിളിക്കൂ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം, അവിടെയാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്, അവിടെയാണ് ഞങ്ങൾ ഹണിമൂണിന് പോയത്, അവിടെ വെച്ചാണ് ഞങ്ങൾ ഡൈവേഴ്സ് ചെയ്തത് എന്ന്. ഇതാണ് അവർ പറയുന്ന തെളിവ്. ഇനി നേരിട്ട് പോയി കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് കാണിക്കുമെന്ന് അറിയില്ല. ഇത് ഓൾറെഡി വിവി ഹിയറിനെയും രാജ് ടോക്സിനെയും കാണിച്ച് ബോധ്യപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഇവർക്ക് എന്തിനാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ ഇത് ഇട്ടാന്നറിയില്ല. ആദ്യമേ ഇവർ കൊണ്ട് ഇങ്ങനെ ഒരു കേസ് കൊടുക്കായിരുന്നല്ലോ, അനാവശ്യമായി എൻ്റെ പേര് പലയിടത്തും വലിച്ചെറിക്കുന്നു അല്ലെങ്കിൽ എന്നെ അപകീർത്തിപ്പെടുത്തുന്നു. അതൊന്നുമില്ല, ഇവരാണ് ഈ പ്രശ്നത്തിന് തിരികൊളുത്തി വെച്ചത്. എന്നിട്ട് അവരുടെ തലയിലോട്ട് ഈ ഒരു വിഷയത്തിൽ ഞാൻ രേണുസുതിയുടെ കൂടെ കേട്ടോ. അപ്പൊ ഇതിന്റെ താഴെ എനിക്ക് ഒരുപാട് ഹെയ്റ്റ് വരും, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഈ വിഷയത്തിൽ ഞാൻ രേണുസുതിയുടെ കൂടെയാണ്. എനിക്ക് അവരുടെ സൈഡാണ് ന്യായമായിട്ട് എനിക്ക് തോന്നുന്നത്. അതുപോലെ പിന്നെ ഇന്റർവ്യൂസുകൾ കൊടുക്കുക, പിന്നെ മറ്റുള്ളവർക്ക് മോശമായിട്ട് ബിഹേവ് ചെയ്യുക, പിന്നെ ഇന്റർവ്യൂസിൽ കയറി ഇരുന്നിട്ട് എന്തുവാ എനിക്ക് ഈ മറ്റുള്ളവരുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുന്നതിന് ഇവർക്ക് എന്താണ് അതെനിക്ക് മനസ്സിലായില്ല. ഇവരുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുന്നതിന് ഇവർക്ക് പ്രതികരിക്കാം, മറ്റുള്ളവർക്ക് മോശമായിട്ട് പെരുമാറുന്നതിന് പ്രതികരിക്കാം കേട്ടോ. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ പ്രതികരിക്കുന്നത്. പക്ഷേ അത് ഇവരെ എങ്ങനെ ഡയറക്റ്റ്ലി അഫക്ട് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കേസ് കൊടുക്കത്തക്ക രീതിയിൽ അഫക്ട് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് വലിച്ചു കയറി ഒട്ടിക്കാൻ പാടില്ലേ? എനിക്ക് സുധിച്ചേട്ടൻ അവർക്ക് കൊച്ചുങ്ങളൊന്നും ഇല്ലല്ലോ, എനിക്കാണ് കൊച്ചുങ്ങളുള്ളത്. അത് കൊച്ചുങ്ങൾ ആർക്ക് വേണമെങ്കിലും ഉണ്ടാവും, അതിന് വലിയ പാടൊന്നുമില്ല. പിന്നെ അതിന് വലിയ പാടൊന്നുമില്ല. കൊച്ചുങ്ങളില്ലാത്ത എത്ര പേരുണ്ടെന്നറിയാം അതിന് വേണ്ടി ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നത്. ഇവര് പറയുന്ന ലോജിക് ഒന്നും എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. എനിക്ക് ഇവരുടെ പക്ഷത്ത് ഒരു ന്യായീകരണവും തോന്നുന്നില്ല. പക്ഷെ
ഞാൻ കാണുന്ന റിയാക്ഷൻ വീഡിയോസിൽ എല്ലാവരും ഇവരെയാണ് ന്യായീകരിക്കുന്നത്, ഇവരുടെ സൈഡിൽ ശരിയുണ്ടെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ അപ്പോൾ ഒരു രേണുസുതിക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ബീസ് ഉണ്ട്, രേണുസുതിക്കെതിരെ പറയുന്നതാണ് എല്ലാവർക്കും താല്പര്യം. എന്തുകൊണ്ട് രേണുസുതിക്കെതിരെ സംസാരിക്കുക എന്നൊരു ഓപ്ഷൻ ഞാൻ എടുക്കുന്നില്ല കേട്ടോ. എനിക്ക് ഈ ഒരു വിഷയത്തിൽ ഇവരോട് നല്ല വിയോജിപ്പുണ്ട്. ഇവരോടും ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ ഒരുപാട് പേര്, എന്നേക്കാൾ വലിയ ഒരുപാട് ആളുകളും ഇവർക്ക് അനുകൂലമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതും എനിക്ക് മനസ്സിലാക്കില്ല. എൻ്റെ ചിന്താഗതിയും അവരുടെ ചിന്താഗതിയും രണ്ട് ചിന്താഗതിയാന്ന് തോന്നുന്നു. ഇങ്ങനത്തെ ഭയങ്കരമായിട്ടും അപമര്യാദയായിട്ട് ഇന്റർവ്യൂസിൽ പറയുക. അപ്പൊ എനിക്ക് കംപ്ലൈന്റ് കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല, ഞാൻ കംപ്ലൈന്റ് കൊടുത്തു. ബാക്കി അവർ നോക്കിക്കോളും, ഇനി എന്ത് കാര്യങ്ങളാണെങ്കിലും അവർ നോക്കിക്കോളും. പിന്നെ ഇതിനകത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അവർ കംപ്ലൈന്റ് സ്വീകരിച്ചത്. സത്യസന്ധമായ കാര്യങ്ങളുള്ളതുകൊണ്ട് അവർ കംപ്ലൈൻറ്റ് സ്വീകരിച്ചു. പക്ഷേ ഇത് FIR ഒന്നും വീണിട്ടില്ല. ഇത് എന്താവുമെന്ന് അറിയത്തില്ല. പ്രോപ്പറായിട്ടുള്ള എൻക്വയറി വരട്ടെ. ഇതെന്നാലും തൂക്കിക്കൊല്ലാൻ പാകത്തിനുള്ള തെറ്റാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അവരെ അപകീർത്തിപ്പെടുത്തിയതിന് ഡിഫർമേഷൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരുമായിരിക്കും, അല്ലെങ്കിൽ ഇനിയുള്ള കാലങ്ങളിൽ അവരെക്കുറിച്ച് സംസാരിക്കരുതെന്ന് പറയായിരിക്കും. അപ്പോൾ ഇൻ്റർവ്യൂസിൽ മാക്സിമം അവരെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കുക, ഇവരെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കുക. എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത്, ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രശ്നം ഡ്രാഗ് ചെയ്തത് നിങ്ങളാണ്, സോഷ്യൽ മീഡിയയിൽ ഡ്രാഗ് ചെയ്തത് ഈ വീണ എന്ന് പറയുന്നവരാണ്. എന്നിട്ട് രേണുസുതി എന്നെ എങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നതിന് ന്യായം എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. അപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റുകളെ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഈ ഒരു ടോപ്പിക്കിൽ, എൻറ്റയർ ടോപ്പിക്കിനകത്ത് ഈ രേണുസുതി ഇപ്പോൾ നിലവിൽ കൊല്ലസുതിയുടെ ലീഗൽ വൈഫ് രേണുസുതിയാണ്. പിന്നെ ഇവർക്ക് എന്താണ് പ്രശ്നം? ഇവർ വേണ്ടെന്ന് പറഞ്ഞ് ഡൈവേഴ്സ് ചെയ്ത് പോയി, ഈ ഡ്രൈവേഴ്സ് ചെയ്ത് പോയിട്ട് പിന്നെ എന്താണ് പ്രശ്നം? അവരവിടെ അങ്ങനെ പറഞ്ഞ് എനിക്കറിയാൻ പാടില്ല. പേഴ്സണലായിട്ട് തീർക്കേണ്ട പ്രശ്നങ്ങളൊക്കെ നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിലേക്ക് വിളിച്ചിട്ട് സ്വന്തം പേര് തന്നെ എല്ലാവരും നാറ്റിക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ മാത്രം, ഈ ഒരു രണ്ടാം ഭാര്യ വിഷയത്തിൽ മാത്രം ഞാൻ രേണുസുതിയുടെ പക്ഷം ചേരുന്നു. അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ അവരുടെ പക്ഷത്താണ് ന്യായമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ ഭാഗമാണ് കുറച്ചും കൂടെ റിലവൻ്റ് ആയിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ രേണുസുതിക്കെതിരാട്ടോ. എനിക്ക് അവരെ ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ മറ്റു വീഡിയോ